വാർഷികാഘോഷം നടക്കുകയാണ്. ഇതിൻ്റെ ഇന്നത്തെ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം വളരെ വിനയപൂർവ്വം ഹൃദയപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. വേദിയിൽ വളരെ പ്രിയപ്പെട്ട ആൾക്കാരുണ്ട്. സദസ്സിലും എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. എനിക്ക് നേരത്തെ പരിചയമുള്ള 30 വർഷത്തെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹം. ലാൽ ഇവിടെയുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ പുത്തനമ്പലത്തിൽ കച്ചേരിക്ക് എന്നെ ക്ഷണിച്ചത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സദസ്സായിരുന്നു. ആ അമ്പലത്തിൻ്റെ സദസ്സ് എടുത്തു പറയത്തക്ക കേരളത്തിലെ ഏറ്റവും മുന്തിയ സദസ്സാണ്. ചേർത്തലക്കാരുടെ സഹൃദയത്വം അന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ഈ വായനശാലയുടെ സദസ്സ് തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു കൂട്ടായ്മയാണിത്. തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയ്ക്ക് എൻ്റെ സ്നേഹം. മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ, സൈക്കിൾ വിതരണം ഒക്കെ വളരെ വിലപ്പെട്ടിട്ടുള്ള സേവനങ്ങളാണ്. നമ്മുടെ പ്രിയപ്പെട്ട MLA, ഇപ്പോഴത്തെ മന്ത്രി, എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം, പ്രസാദ്. അദ്ദേഹത്തിനും ഇപ്പോൾ പറഞ്ഞു പയ്യന്നൂർ കണക്ഷൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയച്ഛൻ പയ്യന്നൂർ ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്ററായിരുന്നു. വളരെ അന്ന് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ വിനിമയമുണ്ട് എപ്പോഴും. വടക്കും തെക്കും അങ്ങനെയൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. വയലാറിനെ പോലുള്ള മഹാനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ ആലപ്പുഴ ഉണ്ടെങ്കിൽ പിന്നെ മലയാളത്തിന് പിന്നെ വേറെ എന്ത് വേണം? നിങ്ങളെ ചേർത്തലേക്ക് ഏറ്റവും വലിയ മുത്താണ് അദ്ദേഹം. മഴ നീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണിച്ചിപ്പിയെ പോലെ, നന്മണിച്ചിപ്പിയെ പോലെ. അതാണ് ചേർത്തല. അങ്ങനെയുള്ള മഴത്തുള്ളികളെ പോലും മുത്താക്കി മാറ്റുന്ന ചിപ്പിയാണ് ചേർത്തല. എത്ര കലാകാരന്മാർ, എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, എണ്ണമറ്റ ആൾക്കാരെ സംഭാവന ചെയ്തിട്ടുള്ള ഈ മണ്ണിനെ ഞാൻ തൊഴുന്നു. തീർച്ചയായിട്ടും വേദിയിലെ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരുടെ പേര് പറയാതിരിക്കാൻ ശരിയല്ല. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പറയാൻ പോവാം. എനിക്ക് എല്ലാവരുടെ പേര് അറിഞ്ഞൂടായിരുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ കുഞ്ഞുമോൻ, വിനോദ്, പത്മശ്രീ ചെറുവയൽ രാമേട്ടൻ, പ്രിയപ്പെട്ട പ്രസാദ്, പിന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ തൽക്കാലം ഈ വേദിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരാൾ മൗനയോഗി ഹരിനാരായണൻ. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു നന്മയുടെ വ്യക്തിയാണ് മൗനയോഗി ഹരിനാരായണൻ. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുവരണം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും കൊണ്ടുവരാൻ യോഗ്യതയുള്ള ആളാണ് അദ്ദേഹം. ഒരു സന്യാസിക്ക് ഇത്രയും നല്ല മനസ്സ് വേണം. എല്ലാം ത്യജിക്കുന്ന ഒരു മനസ്സുള്ള ആളാണ് അദ്ദേഹം. സ്വന്തമായിട്ടൊന്നും ആവശ്യമില്ല അദ്ദേഹത്തിന്. അങ്ങനെയുള്ള ഒരാളെ ഇപ്പം അടുത്ത കൊല്ലം അദ്ദേഹം 1000 വീടുകൾ ഉണ്ടാക്കിയിട്ട് പാവങ്ങൾക്ക് കൊടുക്കാൻ പോവാം. ഗവൺമെൻറ്റിന് പോലും അസാധ്യമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം മുന്നിട്ട് ചെയ്യാൻ പോവാം. അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുവരണം. ഇനിയും അതുപോലെ പ്രിയപ്പെട്ട സുനിൽകുമാർ ഇവിടെ കുട്ടികൾക്കുള്ള 1000ഓളം കുട്ടികൾക്ക് സമ്മാന പൊതികൾ കൊടുക്കാൻ പോകും. ഇവിടെ ഒരു വായനശാലക്ക് അസാധ്യമാണ്. വേറെ ഒരു വായനശാലയും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. അത്രയും കുട്ടികളോട് നന്മ പ്രഖ്യാപിക്കുന്ന, അവരോട് സാമ്യമായ ഹൃദയബന്ധം സ്ഥാപിക്കുന്ന പ്രിയപ്പെട്ട ഈ വായനശാലയ്ക്ക് എൻ്റെ അഭിവാദനങ്ങൾ. എന്നെ സൃഷ്ടിച്ചത് വായനശാലയാണ്. കൈതപ്പുറത്ത് വായനശാല ഉണ്ടായിരുന്നു, മാധവമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തും വായനശാല ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പാട്ടുകൾ ഇവിടുത്തെ മക്കളെ കൊണ്ട് പാടിച്ചുകൊണ്ട് 1-2 പാട്ടുകൾ ഞാൻ അവതരിപ്പിക്കാം. അതാണ് എനിക്ക് ചെയ്യാവുന്ന കാര്യം.